അടുത്തതായി 2 വാക്ക് നമ്മോട് സംസാരിക്കുന്നതിനായി പുരസ്കാര ജേതാവ് RK ദാമോദരൻ സാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. എല്ലാ സഹോദരർക്കും നന്ദി. ഞാൻ ആന്റണി രാജു പറഞ്ഞ പോലെ വയലാർ രാമവർമ്മയുടെ കൂടെ കാറിൽ സഞ്ചരിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കൃതാർത്ഥത. വയലാർ രാമവർമ്മയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്ന് പറഞ്ഞ 3 കവിത്രയം ഉണ്ടായിരുന്ന പോലെ മലയാള ഗാന കവിത്രയം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ONV കുറുപ്പ് മാഷ്, ഭാസ്കരൻ മാഷ്, വയലാർ. ഇതിനപ്പുറത്തേക്ക് ഒരാൾ ഉണ്ടായിട്ടില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ജീവിതത്തിൽ ഇവിടെ വന്ന് ഈ അവാർഡ് മേടിക്കുമ്പോൾ ഉണ്ടായിരുന്നൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ 1972 മലയാളനാട് വാരികയിൽ ഞാനൊരു ചോദ്യം എഴുതി അയച്ചു. വയലാറിനോട് ചോദിക്കൂ എന്നുള്ള ഒരു പങ്ക്തിയിലേക്ക്. അന്ന് 10 രൂപ എനിക്ക് അവാർഡ് കിട്ടി. എന്താണെന്ന് വെച്ചാൽ പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ എന്നിട്ട് ഒരു വഴി വയലാർ രാമവർമ്മ എഴുതിയിട്ടുണ്ട് നദിയിൽ. അന്ന് ഞാനെന്ന ചെറുപ്പക്കാരൻ വയലാറിനെ ഇങ്ങനെ ആവേശിച്ച് നടക്കുന്നൊരു കാലഘട്ടത്തിൽ ഈ സ്ത്രീധനം എങ്ങനെയാണ് പുരുഷന് കിട്ടുക, അല്ല സ്ത്രീക്ക് കിട്ടുക? ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ എന്നാണ് വയലാർ രാമവർമ്മ എഴുതിയിരിക്കുന്നത്. ഭൂമിയെ ഒരു സ്ത്രീയായിട്ടല്ല എല്ലാവരും സങ്കല്പിക്കുക. ഇതെങ്ങനെ സംഭവിച്ചു ഈ തെറ്റ് എന്നാണ് ഞാൻ ചോദിച്ചത്. എൻ്റെ വിഡിത്തം കൊണ്ട് ഞാൻ എൻ്റെ തെറ്റായിട്ട് എഴുതിയത്. അതിനെനിക്ക് 10 രൂപ അന്ന് ഇത് കിട്ടി. മലയാളമാണെന്നും വയലാറിനോട് ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി പറയുന്ന ആരാന്നറിയാം? അവിടുത്തെ ഏതെങ്കിലും സബ് എഡിറ്ററായിരിക്കും. ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവർക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. ഇത് വയലാർ രാമവർമ്മയ്ക്ക് അയച്ചു കൊടുത്തതിന് ശേഷം 2-3 പങ്ക്തികൾ കഴിഞ്ഞിട്ട് അതിന് മറുപടി തരാമെന്ന് പറഞ്ഞിട്ട് എഴുതി. കിട്ടിയ മറുപടി എന്താണെന്നറിയാമോ? നമ്മളൊരു പെൺകുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് വേണ്ടി അവരുടെ അച്ഛനോ അമ്മയൊക്കെ സ്വത്തുകൾ ഇങ്ങനെ കരുതി വയ്ക്കും. ഇത് ആർജിതമായ സ്വത്താണ് സ്ത്രീയുടെ. അപ്പോൾ പുഴകളും മലകളും പൂവനങ്ങളും ഒക്കെ ഭൂമിക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടിയ സ്വത്താണ്. അത് ആ വിവാഹ സമയത്ത് പുരുഷനെ ഏൽപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇതിൻ്റെ കാവ്യയുക്തി, ഇത് ഭൗതിക യുക്തിയല്ല എന്ന് എന്നെ ആദ്യമായിട്ട് കവിത എഴുതാൻ പഠിപ്പിച്ചപ്പോൾ ആ കാവ്യയുക്തിയെക്കുറിച്ച് പഠിപ്പിച്ച ഒരു മഹാകവിയുടെ പേരിലുള്ള ഒരു പുരസ്കാരം. അന്ന് 10 രൂപയാണ് കിട്ടിയെങ്കിൽ ഇന്ന് 10,000 രൂപ കിട്ടിയിരിക്കുന്നു എന്നുള്ള സന്തോഷമല്ല ഞാൻ പറയുന്നത്. ഈ കാവ്യയുക്തി എനിക്ക് മനസ്സിലാക്കി തന്നത് വയലാർ രാമവർമ്മ എന്ന് പറയുന്ന, ഞാൻ കാറിൽ സഞ്ചരിച്ചില്ല, ഇപ്പോഴും പറയാണ്, കാലത്തോടൊപ്പം സഞ്ചരിച്ച ഒരു കവിയിൽ നിന്ന് കിട്ടിയ അനുഭവമാണ്. അതാണ് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്കുണ്ടായിരിക്കുന്ന ധന്യത എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.